ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. പെരുന്നാളിൻ്റെ അന്ന് വീഡിയോ എടുത്തു എന്നല്ലാതെ അത് അപ്ലോഡ് ആക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഓരോ തിരക്ക് കൂടെ അതിന് പറ്റിയില്ല. കുറച്ച് ആൾക്കാരൊക്കെ ചോദിച്ചു എന്നോട് എന്താ പെരുന്നാളിൻ്റെ വീഡിയോ അപ്ലോഡ് ആക്കാത്തതെന്ന്. ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി. അപ്പോൾ ഇന്നാണ് ഞാൻ അപ്ലോഡ് ആക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ബീഫ് വരട്ടാമെന്ന് കരുതി ഇപ്പോൾ ബീഫിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബീഫ് വെക്കണ ഒരുപാട് വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കണില്ല. അപ്പോൾ അതാ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് ഇപ്പം അരിഞ്ഞ് വെച്ച ഉള്ളി കുറച്ചിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കുറച്ച് തക്കാളി അരിഞ്ഞതും ഇട്ട് കൊടുത്ത് നന്നായിട്ട് കൈക്കൊണ്ടൊന്ന് കുഴച്ചെടുക്കും. എന്നിട്ട് അത് കുക്കർ അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ബീഫ് അവിടെ വേവിക്കാൻ വെച്ചെടുത്തേക്കണ്. ഇനി നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ വല്യുള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടുകൊണ്ട് കുക്കറിലൊന്ന് വിസിലടുപ്പിച്ചെടുക്കുകയാണ്. ഉള്ളിയും തക്കാളിയും വാട്ടി ഇതാക്കണില്ലേറെ എളുപ്പം നമുക്ക് ഇങ്ങനെ ആക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ബിരിയാണി വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കൊണ്ടു. ഉള്ളിയും തക്കാളിയും വാട്ടി സമയം കളയണ്ട. പിന്നെ എണ്ണയിലിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ അതവിടെ വേവിക്കാൻ അടുപ്പിൽ വെച്ച് കൊടുത്തേക്കാണ്. ഇനി ആയിക്കുള്ള ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് ആ ഉള്ളിയൊക്കെ പൊരിച്ചെടുത്ത് അതിക്ക് അണ്ടിയും മുന്തിരിയൊക്കെ പൊരിച്ചെടുത്തേക്കണം കേട്ടോ. അപ്പോഴേക്ക് നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ വെന്ത് കിട്ടീന് കേട്ടോ. ഇനി കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതുക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. ചിക്കൻ ബിരിയാണി വെക്കുമ്പോൾ മുളക് പൊടി ഇട്ട് കൊടുക്കലില്ല കേട്ടോ. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ പിന്നെ മല്ലിച്ചപ്പും പുതിന അരിഞ്ഞ അതും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ബിരിയാണി മസാലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് തൈര് ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ കഴുകി വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ അതവിടെ വേവിക്കാൻ വെച്ച് കൊടുത്താണ്. ഇപ്പോൾ നമ്മൾ പുറത്തടുപ്പുണ്ടാക്കിയപ്പോൾ അതിൽ അരി തിളപ്പിക്കാനുള്ള വെള്ളം വെച്ച് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ബീഫൊക്കെ ഇവിടെ വെന്ത് കിട്ടീന്. ഇനി അതൊന്ന് തൂമിച്ചെടുക്കാൻ കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഉള്ളിയൊക്കെ അവിടെ അരിഞ്ഞ് വെച്ചിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ രാവിലത്തെ ചായക്ക് കടി റാവപ്പുമാവ് ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അത് ചായ കുടിക്കാൻ വേണ്ടി എടുത്തപ്പോൾ നമ്മളെ ബീഫിൽ നിന്ന് നമ്മൾ പുതിയാപ്പിളക്കാക്ക കുറച്ച് ബീഫൊക്കെ കോരിക്കൊണ്ടിരിക്കണേ. അത് തൂമിച്ചിട്ടില്ല. അത് തൂമിച്ചിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് മൂപ്പർക്ക് അതിനൊന്നും ഒഴിവില്ലാതെ കോരിക്കൊണ്ടിരിക്കണേ. അപ്പം ബീഫിൽ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ. നമ്മൾ ബീഫ് വരട്ടുകയല്ലേ. അപ്പോൾ അതൊന്ന്
പറ്റിച്ചെടുത്തിട്ട് വേണം ഓഫാക്കി എടുക്കാൻ. അപ്പോൾ അതവിടെ റെഡി ആയിക്കണ്. ഇനി തൈര് ഉണ്ടാക്കുകയാണ്. അപ്പോൾ തൈർക്ക് വല്ലുള്ളി അരിഞ്ഞിട്ടിക്കണ്, പിന്നെ കുറച്ച് പച്ചമുളക് അരിഞ്ഞിടുകയാണ്. അപ്പോൾ അതും അവിടെ റെഡിയാക്കി മാറ്റി വെച്ചിക്കണ്. ഇനി കുറച്ച് പായസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വരുന്ന ഓലൊക്കെ ചോദിക്കുക പായസം ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് പായസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പാലിവിടെ തിളപ്പിക്കാൻ വെച്ചിക്കണ്, സേമിയൻ വറുത്തെടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മളിതാ ബിരിയാണി നമ്മളിവിടെ ദമ്മാക്കിക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ പായസം ഇവിടെ റെഡി ആയിക്കണ്. അപ്പോൾ ഇതാ ഇത്രയൊക്കെയാണ് നമ്മൾ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ തറവാട്ടിൽ ഇളയച്ചന്മാരുടെ വീട്ടിൽ മുത്തച്ഛന്മാരുടെ വീട്ടിലൊക്കെ പോയി. അവിടുത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ.